ന്യൂസിലാൻഡിന്റെ അപൂർവമായിട്ടുള്ള പറക്കാൻ കഴിയാത്ത കക്കാപ്പോ ഇപ്പോൾ 2026 ബ്രീഡിംഗ് സീസണിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ബ്രീഡിംഗ് ആരംഭിക്കുന്നത്. ഇവിടെ ബ്രീഡിംഗ് റിമു എന്ന ദേശീയ മരത്തിൻ്റെ വളർച്ച ഉണ്ടാകുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. ഈ വർഷം റിമു വൃക്ഷത്തിൽ പഴം ഉണ്ടാകുന്നുവെന്ന് കൺസർവേഷനിസ്റ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപക ബ്രീഡിംഗ് സീസണിന് റെക്കോർഡ് എണ്ണം കുഞ്ഞുങ്ങളുടെ ജനനത്തിനുമൊക്കെ സാധ്യത ഏറെയാണ്. 2026 ബ്രീഡിംഗ് സീസൺ 1977 ശേഷമുള്ള ഏറ്റവും നല്ലതാകാനുള്ള സാധ്യതയുണ്ടെന്ന് കൺസർവേഷൻ പ്രോഗ്രാം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വർഷം 84 ബ്രീഡിംഗ് ഏജ് ഫീമെയിൽസ് ഉണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഇത് കക്കാപ്പ എന്നൊരു തത്ത പക്ഷിയെ പറ്റിയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കക്കാപ്പയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കക്കാപ്പോ ലോകത്തിലെ ഏറ്റവും അപൂർവവും പ്രത്യേകതയുള്ളതുമായിട്ടുള്ള ഒരു തത്തപക്ഷി ഇനമാണ്. ഇത് പറക്കാൻ കഴിയാത്ത ഏക തത്തപക്ഷിയാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ന്യൂസിലാൻഡിൽ മാത്രം കണ്ടുവരുന്ന ഒരു ദേശാടന പക്ഷിയുമാണ് കക്കാപ്പോ. രാത്രി സജീവമാകുന്ന സ്വഭാവവും നിലത്ത് ജീവിക്കുന്ന ജീവിത രീതിയും ഇതിനെ മറ്റു തത്തപക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ നാമം സ്ട്രിഗോപ്സ് ഹാബ്രോപ്റ്റിലസ് എന്നാണ്. ഈ ശാസ്ത്രീയ നാമം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് വന്നത്. സ്ട്രാഗോപ്സ് എന്നത് ഓൾ പോലുള്ള മുഖമുള്ള പക്ഷി എന്ന അർത്ഥം നൽകുന്നുണ്ട്. ഹാബ്രോപ്റ്റിലസ് എന്നത് മൃദുവായിട്ടുള്ള ചിറകുള്ളത് എന്ന അർത്ഥം സൂചിപ്പിക്കുന്നു. ഇത് കാക്കോപ്പയുടെ മുഖ സൗന്ദര്യത്തെയും ചിറകുകളുടെ മൃദുത്വയൊക്കെ സൂചിപ്പിക്കുന്ന പേരാണ്. ഇവ സ്ട്രിഗോപ്റ്റിഡെ എന്ന കുടുംബത്തിൽപ്പെടുന്ന പക്ഷിയാണ്. സ്ട്രിഗോപ്റ്റിഡെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന പക്ഷികൾ പുരാതന തത്തപക്ഷി വർഗത്തിൽപ്പെട്ടവയാണ്. ഈ കുടുംബത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അംഗം കാക്കോപ്പയാണ്. ഈ കുടുംബത്തിൽ പറയുന്ന പക്ഷികൾക്ക് ശക്തമായിട്ടുള്ള വലിപ്പമുള്ള ശരീരവും മൃദുവായിട്ടുള്ള തൂവലുകൾ, നിലത്ത് നടക്കാൻ അനുയോജ്യമായിട്ടുള്ള കാലുകൾ, രാത്രി സജീവമായിട്ടുള്ള ജീവിത രീതി എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. സ്ട്രിഗോപ്റ്റിഡെ കുടുംബം മറ്റ് തത്തപക്ഷി കുടുംബത്തിൽ നിന്ന് പരിണാമപരമായിട്ട് വളരെ പഴക്കമുള്ളതാണ്. ഇവ സിറ്റാസിഫോമിസ് എന്ന ഓർഡറിലാണ് വർഗീകരിച്ചിരിക്കുന്നത്. സിറ്റാസിഫോമിസ് ഓർഡറിൽ എല്ലാ തത്തപക്ഷിയും ഉൾപ്പെടുന്നുണ്ട്. ഈ ഓർഡറിലെ പക്ഷികൾക്ക് സാധാരണയായിട്ട് വളരെ ശക്തമായിട്ടുള്ള കൊക്ക്, വിത്തുകളും പഴങ്ങളും കഴിക്കുന്ന ഭക്ഷണ രീതി, ബുദ്ധിശക്തിയുള്ള സ്വഭാവം, ശബ്ദ അനുകരണത്തിനുള്ള കഴിവ് എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. കക്കാപ്പ ഈ ഓർഡറിൽ ഉണ്ടായിരുന്നിട്ടും പറക്കാൻ കഴിയാത്ത ഏക തത്തപക്ഷി എന്ന നിലയിൽ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അംഗമാണ്. കക്കാപ്പോ ലോകത്തിലെ ഏറ്റവും അപൂർവവും പരിണാമപരമായിട്ട് വിലമതിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു പക്ഷിയാണെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നുണ്ട്. കക്കാപ്പയുടെ സംരക്ഷണം ഭൂമിയിലെ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനുള്ള വലിയ ഉത്തരവാദിത്വമാണ്. നമുക്ക് ഈ കക്കാപ്പയുടെ പൂർവ്വരും പരിണാമത്തിന്റെ തുടക്കവും സംഭവിച്ച കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ കക്കാപ്പ ലോകത്തിലെ ഏറ്റവും അപൂർവവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു തത്തപക്ഷിയാണ്. ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന ഈ പക്ഷി പരിണാമ ചരിത്രത്തിന്റെ ജീവനുള്ള ഒരു ഉദാഹരണമായിട്ട് ശാസ്ത്രജ്ഞർ കണക്കാക്കപ്പെടുന്നുണ്ട്. കക്കാപ്പയുടെ പൂർവികർ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പുരാതന തത്തപക്ഷികളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഉത്ഭവം ഗോണ്ട്വാന ഭൂഖണ്ഡവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടും കരുതപ്പെടുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ പറക്കാൻ കഴിവുള്ള തത്തപക്ഷികൾ വിവിധ ഭൂഖണ്ഡത്തിലേക്ക് വ്യാപിച്ചു. അതിൽ ചിലത് ഒറ്റപ്പെട്ട ന്യൂസിലാൻഡ് ദ്വീപുകളിലെത്തി അവിടെ സ്ഥിരതാമസമാക്കി. ന്യൂസിലാൻഡ് ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ തന്നെ അവയുടെ പരിസ്ഥിതി മറ്റു ഭൂഖണ്ഡത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു. വലിയ മാംസഭോജികളായിട്ടുള്ള ശത്രുക്കൾ ഇല്ലാതിരുന്നാൽ തന്നെ ഈ തത്തപക്ഷികൾക്ക് പറക്കാനുള്ള ആവശ്യകത ക്രമേണ കുറഞ്ഞു. നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമായിട്ട് അവയുടെ ശരീരഘടന മാറി തുടങ്ങി. ചിറകുകൾ ചെറുതായി, ശരീരം കൂടുതൽ ഭാരമേറിയതായി, കാലുകൾ ശക്തിയായിട്ട് മാറി. ഇതിന്റെ ഫലമായിട്ട് കക്കാപ്പയുടെ പൂർവികർ പറക്കാൻ കഴിയാത്ത നിലത്ത് ജീവിക്കുന്ന പക്ഷികളായിട്ട് പരിണമിച്ചു. കാലക്രമേണ ഇവയുടെ ജീവിത രീതി മാറി. പകൽ സജീവമായിരുന്ന ഇവ രാത്രിയിൽ സജീവമാകുന്ന പക്ഷികളായിട്ട് മാറി. ഈ നാച്ചുറൽ ജീവിതശൈലിക്ക് അനുയോജ്യമായിട്ട് കക്കാപ്പയ്ക്ക് വലിയ കണ്ണുകളും ഔൾ പോലുള്ള മുഖഘടനയും ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന മൃദുവായിട്ടുള്ള തൂവലുകളും വികസിപ്പിച്ചു. ഈ പ്രത്യേകതകളാണ് കക്കാപ്പയെ ഔൾ ഫേസ്ഡ് പാരറ്റ് എന്ന് വിളിക്കുവാൻ കാരണമായത്. ഇവിടെ ഗന്ധബോധവും ശക്തമായിട്ട് വികസിച്ചതിനാൽ തന്നെ ഇരുട്ടിലും ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി കഴിയുന്ന ശേഷി ഇവയ്ക്ക് ലഭിച്ചു. ഫോസിൽ കണ്ടെത്തലുകളും ജനിതക പഠനങ്ങളും കക്കാപ്പോ, കിയ, കാക്ക എന്നീ പക്ഷികൾ ഒരേ പുരാതന പൂർവ്വികരിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സ്ട്രിഗോപ്പിഡെ എന്ന കുടുംബം തത്തപക്ഷികളുടെ ഏറ്റവും പുരാതന വർഗ്ഗങ്ങളിൽ ഒന്നാണെന്നും ശാസ്ത്രീയ പഠനങ്ങൾ തെളിവാക്കുന്നുണ്ട്. മനുഷ്യൻ ന്യൂസിലാൻഡിൽ എത്തുന്നതിന് മുൻപ് കക്കാപ്പോ ആയിരക്കണക്കിന് എണ്ണത്തിൽ കാടുകളിലും പുൽമേടുകളിലും സ്വതന്ത്രമായിട്ട് ജീവിച്ചിരുന്നു. അവയ്ക്ക് വലിയ ശത്രുക്കൾ ഇല്ലാതിരുന്നാൽ തന്നെ അവയുടെ പരിണാമം സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ കക്കാപ്പയുടെ ഇന്നത്തെ രൂപവും സ്വഭാവവും ദീർഘകാല പരിണാമ പ്രക്രിയയുടെ ഫലമാണ്. പറക്കാൻ കഴിയാത്ത ശരീരം, രാത്രിയിൽ സജീവമായിട്ടുള്ള ജീവിതശൈലി, ശക്തമായിട്ടുള്ള കാലുകൾ, മന്ദഗതിയിലുള്ള പ്രജനനം എന്നിവയെല്ലാം തന്നെ അവയുടെ പരിണാമ ചരിത്രത്തിന്റെ അടയാളമാണ്. കക്കാപ്പയുടെ പരിണാമ കഥ പ്രകൃതി അത്ഭുതകരമായിട്ടുള്ള സൃഷ്ടി ശക്തിയെ വ്യക്തമാക്കുന്നുണ്ട്. പരിസ്ഥിതി സാഹചര്യങ്ങൾ ഒരു ജീവിയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നും ഒറ്റപ്പെടൽ എങ്ങനെ പുതിയ ഇനങ്ങളുടെ ഉത്ഭവത്തിന് കാരണമാകുന്നുവെന്നും മനസ്സിലാക്കാൻ വേണ്ടി കക്കാപ്പ ഒരു മികച്ച ഉദാഹരണമാണ്. ഈ കക്കാപ്പയായിട്ട് ബന്ധപ്പെട്ട ചില ആശ്ചര്യകരമായിട്ടുള്ള വസ്തുതകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കക്കാപ്പ ലോകത്തിലെ ഏറ്റവും അപൂർവവും അതിശയിപ്പിക്കുന്ന സ്വഭാവ സവിശേഷതയുമായിട്ടുള്ള ഒരു തത്തപക്ഷിയാണ്. ഇത് പറക്കാൻ കഴിയാത്ത ഏക തത്തപക്ഷിയാണെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത.
മറ്റ് തത്തപ്പക്ഷികൾ ആകാശത്ത് പറക്കുമ്പോൾ കക്കോപ്പ നിലത്ത് നടക്കുകയും കയറുകയും ചെയ്യുന്ന ജീവിതശൈലിയാണ് പിന്തുടരുന്നത്. ശക്തമായിട്ടുള്ള കാലുകളും കയറാൻ സഹായിക്കുന്ന നഖങ്ങളും ഇതിൻ്റെ ശരീരഘടനയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കക്കാപ്പ ഒരു രാത്രി സജീവമായിട്ടുള്ള പക്ഷിയാണ്. പകൽ സമയം മറിഞ്ഞിരുന്ന് വിശ്രമിക്കുകയും രാത്രിയിൽ ഭക്ഷണം തേടാൻ വേണ്ടി പുറത്തു വരികയും ചെയ്യുന്നു. ഇരുട്ടിൽ കാണാൻ സഹായിക്കുന്ന വലുതായിട്ടുള്ള കണ്ണുകളും ഔൾ പോലുള്ള മുഖഘടനയും ഇതിനുണ്ട്. അതിനാണ് കക്കോപ്പയെ ഓൾ ഫേസ്ഡ് പാരറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇതിൻ്റെ തൂവലുകൾ വളരെ മൃദുവും ശബ്ദവുമില്ലാതെ സഞ്ചരിക്കാൻ വേണ്ടി സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇത് കാടുകളിൽ നിശബ്ദമായിട്ട് നീങ്ങാൻ വേണ്ടി ഇവയ്ക്ക് കഴിയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ തത്തപക്ഷി എന്ന ബഹുമതിയും കക്കോപ്പയ്ക്ക് സ്വന്തമാണ്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കക്കോപ്പയ്ക്ക് 3 മുതൽ 4 കിലോഗ്രാം വരെ ഭാരമുണ്ടാവാം. പറക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഈ അധിക ഭാരമാണ്. എന്നാൽ കയറുന്നതിനും നടക്കുന്നതിനൊക്കെ കക്കോപ്പ നല്ല കഴിവുള്ളവയാണ്. മരങ്ങളിൽ കയറുകയും അവിടുത്തെ പഴങ്ങളും ഇലകളും ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കക്കോപ്പയുടെ മറ്റൊരു അതിശയകരമായിട്ടുള്ള പ്രത്യേകത അതിൻ്റെ ഗന്ധമാണ്. മറ്റു പക്ഷികൾക്ക് സാധാരണ ഗന്ധം ഉണ്ടാവത്തില്ല. എന്നാൽ കക്കോപ്പയ്ക്ക് മധുരമുള്ള പൂവിൻ്റെ മണമുള്ള ഒരു പ്രത്യേക ഗന്ധമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഗന്ധം ഇണകളെ ആകർഷിക്കാൻ സഹായിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കക്കോപ്പയെ സ്വീറ്റ് സ്മെൽഡ് പാരറ്റ് എന്നും വിളിക്കുന്നുണ്ട്. കക്കോപ്പയുടെ പ്രജനന രീതിയും അത്യന്തം അപൂർവമാണ്. ഇവ എല്ലാ വർഷവും മുട്ടയിടുന്ന പക്ഷികളല്ല, മറിച്ച് റിമു എന്ന വൃക്ഷത്തിൽ വലിയ തോതിൽ പഴങ്ങൾ ഉണ്ടാകുന്ന വർഷങ്ങളിൽ മാത്രമാണ് കക്കോപ്പ ബ്രീഡിംഗ് ചെയ്യുന്നത്. ചിലപ്പോൾ 3 മുതൽ 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇവയ്ക്ക് പ്രജനനം ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ കക്കോപ്പയുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് വളരെ മന്ദഗതിയിലാണ്. കക്കോപ്പ വളരെ ദീർഘായുസുള്ള പക്ഷിയാണെന്നും ശ്രദ്ധേയമാണ്. ചില കക്കോപ്പയ്ക്ക് 60 മുതൽ 90 വർഷം വരെ ജീവിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രായമായ തത്തപക്ഷി ഒന്നാണ് ഇത്. ഈ ദീർഘായുസ് കക്കോപ്പയെ ഒരു ലിവിങ് ഫോസിൽ എന്ന പോലെ ആക്കുന്നുണ്ട്. കക്കോപ്പ വളരെ സൗമ്യവും മനുഷ്യനോട് ഭയം കുറവുമുള്ളതായിട്ടുള്ള പക്ഷിയാണ്. മനുഷ്യൻ ആദ്യമായിട്ട് ന്യൂസിലാൻഡിൽ എത്തിയപ്പോൾ കക്കോപ്പ ആളുകളെ ഭയപ്പെട്ടില്ല. ഇതാണ് പിന്നീട് അവയെ എളുപ്പത്തിൽ വേട്ടയാടാൻ വേണ്ടി കാരണമായത്. ഈ സൗമ്യ സ്വഭാവം തന്നെയാണ് ഇത് കൺസർവേഷൻ പ്രവർത്തകർക്ക് ഇവയെ സംരക്ഷിക്കാൻ വേണ്ടി സഹായകരമായതും. കക്കോപ്പ ഓരോ പക്ഷിക്കും പ്രത്യേകമായിട്ടുള്ള ഒരു പേര് നൽകപ്പെടുന്നുണ്ട്. കൂടാതെ മൈക്രോ ചിപ്സ് ഉപയോഗിച്ച് അവയെ നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും നന്നായി നിരീക്ഷിക്കപ്പെടുന്ന പക്ഷി ഇനങ്ങളിൽ ഒന്നാണ് കക്കോപ്പ. ശാസ്ത്രജ്ഞർ ഓരോ കക്കോപ്പയുടെ ജീവിതചരിത്രം വളരെ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു. അങ്ങനെ കക്കോപ്പയുടെ ജീവിതം അതിശയകരമായിട്ടുള്ള വസ്തുക്കൾ നിറഞ്ഞതാണ്. പറക്കാൻ കഴിയാത്ത ഏക തത്തപക്ഷി എന്ന നിലയിൽ രാത്രി സജീവ ജീവിത രീതി, മധുരമുള്ള ഗന്ധം, അപൂർവമായിട്ടുള്ള പ്രജനന ശൈലി, ദീർഘായുസ്, സൗമ്യ സ്വഭാവം എന്നിവയെല്ലാം കക്കോപ്പയെ ഭൂമിയിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു തത്തപക്ഷിയാക്കി മാറ്റുന്നു. പ്രകൃതിയുടെ അത്ഭുതകരമായിട്ടുള്ള വൈവിധ്യത്തിൻ്റെ ജീവനുള്ള തെളിവാണ് കക്കാപ്പോ. നമുക്കിതിലെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി അല്ലെങ്കിൽ ഇവയുടെ ശാരീരിക സവിശേഷതയെ പറ്റി നോക്കുകയാണെങ്കിൽ കക്കോപ്പ ലോകത്തിലെ ഏറ്റവും അപൂർവവും വലിപ്പമേറിയതുമായിട്ടുള്ള തത്തപക്ഷികൾ ഒന്നാണ്. അതിൻ്റെ ശാരീരിക ഘടന മറ്റ് തത്തപക്ഷികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. കക്കോപ്പയുടെ ശരീരം ശക്തവും പുഷ്ടവുമാണ്, കാരണം ഇത് പറക്കാൻ കഴിയാത്ത പക്ഷിയാണ്. പ്രായപൂർത്തിയായ കക്കോപ്പയ്ക്ക് സാധാരണയായിട്ട് 3 മുതൽ 4 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. ചിലപ്പോൾ അതിലും കൂടുതൽ ഭാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് നീളം ഏകദേശം 58 മുതൽ 64 സെൻറ്റിമീറ്റർ വരെയാണ്. കക്കോപ്പയുടെ തലയും മുഖഭാവവും അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ശാരീരിക സവിശേഷത ഒന്നാണ്. ഇതിന് ഓൾ പോലുള്ള വൃത്താകൃതിയിലുള്ള മുഖഘടനയുണ്ട്. അതിനാലാണ് ഇതിനെ ഓൾ ഫേസ്ഡ് പാരറ്റ് എന്ന് വിളിക്കുന്നത്. കണ്ണുകൾ വലുതും മുന്നോട്ട് നോക്കിയ നിലയിലുമാണ്. ഇത് രാത്രിയിൽ കാണാൻ സഹായിക്കുന്നുണ്ട്. കൊക്ക് വളഞ്ഞതും ശക്തവുമായിരിക്കും. വിത്തുകളും പഴങ്ങളും കഠിനമായിട്ടുള്ള സസ്യഭാഗങ്ങളും പൊട്ടിച്ച് തിന്നാൻ വേണ്ടി അനുയോജ്യമായതാണ് ഇവയുടെ കൊക്കുകൾ. ഇതിൻ്റെ തൂവലുകൾ വളരെ മൃദുലവും കട്ടിയുള്ളതുമാണ്. കക്കോപ്പയുടെ ശരീരത്തിൽ പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഈ നിറകൾ കാടുകളിലെ ഇലകളോടും പുലികളോടും ഒക്കെ ഒത്തുപോകുന്നതിനാൽ തന്നെ ശത്രുക്കളിൽ നിന്ന് മറിഞ്ഞിരിക്കാനുള്ള ഒരു മികച്ച മറവായിട്ട് മാറുന്നുണ്ട്. തൂവലുകളിൽ കറുത്ത വരകളും പാടുകളും കാണപ്പെടുന്നുണ്ട്. ഇത് കക്കോപ്പയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം നൽകുന്നുണ്ട്. കക്കോപ്പയുടെ ചിറകുകൾ ചെറുതും ബലഹീനവുമാണ്. മറ്റു തത്തപക്ഷികളെ പോലെ പറക്കാൻ ഇവയ്ക്ക് കഴിയില്ല. എന്നാൽ ഈ ചിറകുകൾ ബാലൻസ് നടത്താൻ വേണ്ടിയും കയറുമ്പോൾ സഹായിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചിറകുകളും ശരീരവും ചേർന്ന് കക്കോപ്പയെ മരങ്ങളിൽ കയറുവാനും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയൊക്കെ സഹായിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള കാലുകളും മൂർച്ചയുള്ള നഖങ്ങളും അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആയുധങ്ങളാണ്. കക്കോപ്പയുടെ കാലുകൾ വളരെ കരുത്തുള്ളവയായിരിക്കും. നിലത്ത് നടക്കാൻ വേണ്ടിയും കാടുകളിൽ കയറാൻ വേണ്ടിയും ഇവയെ സഹായിക്കുന്ന തരത്തിലാണ് ഇവയുടെ കാലിൻ്റെ ഘടന. മറ്റ് തത്തപക്ഷികൾ കാണുന്ന പോലെ തന്നെ കക്കോപ്പയ്ക്കും 2 വിരലുകൾ മുന്നോട്ടും 2 വിരലുകൾ പിന്നോട്ടുമായിട്ടുള്ള കാലിൻ്റെ ഘടനയായിരിക്കും. ഇത് പിടിക്കുവാനും കയറാൻ വേണ്ടിയൊക്കെ സഹായകരമാണ്. കക്കോപ്പയുടെ ശരീരത്തിലെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഗന്ധമാണ്. മറ്റു പക്ഷികൾക്ക് സാധാരണയായിട്ട് വ്യക്തമായിട്ടുള്ള ഗന്ധമില്ലെങ്കിലും കക്കോപ്പയ്ക്ക് മധുരമുള്ള പൂക്കളുടെ മണത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക ഗന്ധമുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗന്ധം ഇണകളെ ആകർഷിക്കാൻ വേണ്ടി സഹായിക്കുന്നതായിട്ട് കരുതപ്പെടുന്നു. ഈ സവിശേഷത കക്കോപ്പയെ മറ്റു പക്ഷികളിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമാക്കുന്നുണ്ട്. കക്കോപ്പയുടെ അസ്ഥികൂടവും ശരീരഘടനയും അതിന്റെ പറക്കാൻ കഴിയാത്ത സ്വഭാവത്തിന് അനുയോജ്യമായിട്ട് പരിണമിച്ചിട്ടുണ്ട്. നെഞ്ചെല്ലുകൾ വളരെ ചെറുതാണ്. പറക്കാനുള്ള പേശികൾ വളരെയധികം വികസിച്ചിട്ടില്ല. അതേസമയം കാലുകളുടെ പേശികൾ വളരെ ശക്തമായിരിക്കും. ഇത് നടക്കാൻ വേണ്ടിയും കയറാൻ വേണ്ടിയും ഇവയെ സഹായിക്കുന്നുണ്ട്. അതുവഴി കക്കോപ്പയുടെ ശരീരം ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ആകെ പരിഗണിക്കുമ്പോൾ കക്കോപ്പയുടെ
ശാരീരിക സവിശേഷതകൾ അതിൻ്റെ പരിണാമ ചരിത്രത്തിൻ്റെ പ്രതിഫലനമാണ്. പറക്കാൻ കഴിയാത്ത വലിപ്പമേറിയ ശരീരം, മൃദുവായിട്ടുള്ള പച്ചമഞ്ഞ നിറത്തിലുള്ള തൂവലുകൾ, ഔൾ പോലുള്ള മുഖഘടന, ശക്തമായിട്ടുള്ള ഗന്ധം എന്നിവ കക്കോപ്പയെ ഭൂമിയിലെ ഏറ്റവും വ്യത്യസ്തവും ശ്രദ്ധേയവുമായിട്ടുള്ള പക്ഷികൾ ഒന്നായിട്ട് മാറ്റുന്നുണ്ട്. ഈ സവിശേഷതകളാണ് കക്കോപ്പയെ പ്രകൃതിയിലെ ഒരു അത്ഭുതമായിട്ട് കണക്കാക്കാൻ വേണ്ടി കാരണമാക്കുന്നത്. നമുക്ക് ഇവയുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ, കക്കോപ്പ ലോകത്തിലെ ഏറ്റവും അപൂർവവും പറക്കാൻ കഴിയാത്ത ഏക തത്തപക്ഷിയുമാണ്. ഈ പക്ഷിയുടെ ആവാസ വ്യവസ്ഥ പ്രധാനമായിട്ടും ന്യൂസിലാൻഡിലെ ദ്വീപുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. മനുഷ്യൻ എത്തുന്നതിന് മുൻപ് കക്കോപ്പ ന്യൂസിലാൻഡിന്റെ മുഴുവൻ പ്രധാന ദ്വീപുകളിൽ ഉടനീളം കാടുകളിലും പുൽമേടുകളിലും മലമേഖലകളിലും വ്യാപകമായിട്ട് ജീവിച്ചിരുന്നു. കാടുകൾ നിറഞ്ഞതും മനുഷ്യ ഇടപെടൽ കുറഞ്ഞതുമായിട്ടുള്ള പരിസ്ഥിതിയിലായിരുന്നു ഇവയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ കേന്ദ്രം. കക്കോപ്പയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥ കനത്ത കാടുകളും പച്ച പുൽമേടുകളും ചേർന്ന പ്രദേശങ്ങളാണ്. ഇവ പ്രധാനമായിട്ടും പഴങ്ങൾ, വിത്തുകൾ, ഇലകൾ, തണ്ടുകൾ എന്നിവ ഭക്ഷിക്കുന്നതിനാൽ തന്നെ സസ്യസമൃദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. റിമു, റത്ത, ടൊറാര തുടങ്ങിയ ന്യൂസിലാൻഡിലെ ദേശീയ വൃക്ഷങ്ങൾ നിറഞ്ഞ കാടുകളാണ് കക്കോപ്പയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആവാസ കേന്ദ്രങ്ങൾ. ഈ വൃക്ഷങ്ങളിൽ ഉണ്ടാകുന്ന പഴങ്ങളും വിത്തുകളും ഇവയുടെ ജീവിതചക്രത്തിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കക്കോപ്പ ഒരു നിലത്ത് ജീവിക്കുന്ന പക്ഷി ആയതിനാൽ തന്നെ മണ്ണിനോട് ചേർന്നാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. പകൽ സമയത്ത് കാടുകളിലെ കുഴികളിലും പാറകളിലും ഇടയിലുള്ള കട്ടിയുള്ള ചെടികളുടെയും അടിയിലിരുന്നാണ് ഇവ വിശ്രമിക്കുന്നത്. ഇവയുടെ തൂവലുകളുടെ നിറം കാടുകളുടെ നിറവുമായിട്ട് ലയിക്കുന്നതിനാൽ ശത്രുക്കളിൽ നിന്നും മറഞ്ഞിരിക്കാനുള്ള ഒരു സ്വാഭാവിക സംരക്ഷണം ഇവയ്ക്ക് ലഭിക്കുന്നുണ്ട്. രാത്രി സമയത്ത് ഇവ കാടുകളിൽ സഞ്ചരിച്ച് ഭക്ഷണം തേടുന്നുണ്ട്. ഇന്ന് കക്കോപ്പയുടെ ആവാസ വ്യവസ്ഥ വളരെയധികം ചുരുങ്ങിയിരിക്കുകയാണ്. മനുഷ്യൻ ന്യൂസിലാൻഡിൽ എത്തിയതിനു ശേഷം കാടുകൾ നശിപ്പിക്കപ്പെടുകയും പൂച്ച, എലി, നായ, വിസൽ പോലുള്ള മാംസഭക്ഷികളെ കൊണ്ടുവരികയും ചെയ്തതോടെ കക്കോപ്പയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ തകർന്നു. അതിന് ഫലമായിട്ട് കക്കോപ്പയുടെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞു. ഇവ പ്രധാന ദ്വീപുകളിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതാകൽ വരെ എത്തിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ കക്കോപ്പയെ സംരക്ഷിക്കാൻ വേണ്ടി ന്യൂസിലാൻഡിലെ പെഡിറ്റേഴ്സ് ഫീ ദ്വീപുകളിലേക്ക് ഇവയെ മാറ്റിയിട്ടുണ്ട്. കോട്ട്ഫിഷ് ഐലൻഡ്, ആങ്കർ ഐലൻഡ്, ലിറ്റിൽ ബാരിയർ ഐലൻഡ് തുടങ്ങിയ ദ്വീപുകളിൽ ഇപ്പോൾ കക്കോപ്പകൾ സുരക്ഷിതമായിട്ട് കഴിയുന്നത്. ഇവിടങ്ങളിൽ മനുഷ്യരുടെ ഇടപെടൽ വളരെ നിയന്ത്രണത്തിലാണ്. കൂടാതെ ശത്രുക്കളില്ലാത്തതിനാൽ തന്നെ കക്കോപ്പയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ദ്വീപുകളുടെ ആവാസ വ്യവസ്ഥ കക്കോപ്പയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പരിപാലിക്കപ്പെടുന്നുണ്ട്. ശാസ്ത്രീയവും കൺസർവേഷൻ പ്രവർത്തകരും അവയുടെ ഭക്ഷ്യസസ്യങ്ങൾ വളർത്തുകയും കാടുകൾ സംരക്ഷിക്കപ്പെടുകയും ഓരോ കക്കോപ്പയും പ്രത്യേകം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ പക്ഷിക്കും പ്രത്യേക മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ടാണ് ഇവയുടെ ചലനങ്ങളും ആരോഗ്യനിലയും പരിശോധിക്കുന്നത്. അങ്ങനെ കക്കോപ്പയുടെ ആവാസ വ്യവസ്ഥ അതിന്റെ ജീവൻ നിലനിർത്തുന്നതിൽ നിർണായകരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. സ്വാഭാവിക കാടുകളുള്ള, ശത്രുക്കളില്ലാത്ത, മനുഷ്യ ഇടപെടലുകൾ കുറവുള്ള പരിസ്ഥിതിയിലാണ് കക്കോപ്പയ്ക്ക് ഏറ്റവും അനുയോജ്യം. കക്കോപ്പയുടെ സംരക്ഷിക്കുക എന്നത് അതിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതിനോടൊപ്പം ചേർന്നാണ് നിലനിൽക്കുന്നത്. ആവാസ കേന്ദ്രങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ അപൂർവ പക്ഷിയെ ഭാവിയിലേക്കും നിലനിൽക്കുകയുള്ളൂ. ഇനി കക്കോപ്പയുടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട ആഹാര രീതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ, കക്കോപ്പ പ്രധാനമായിട്ടും സസ്യഭോജിയായിട്ടുള്ള ഒരു പക്ഷി ഇനമാണ്. അതിൻ്റെ ഭക്ഷണ രീതി ന്യൂസിലാൻഡിലെ കാടുകളിൽ ലഭ്യമായിട്ടുള്ള സസ്യവിഭവങ്ങളോട് വളരെ അടുപ്പമുള്ളതാണ്. കക്കോപ്പ പഴങ്ങൾ, വിത്തുകൾ, ഇലകൾ, മൃദുവായിട്ടുള്ള തണ്ടുകൾ, പൂക്കൾ, വേര് എന്നിവയാണ് കൂടുതലായിട്ട് ഭക്ഷിക്കുന്നത്. അവയുടെ ജീവിതചക്രം അവയുടെ ആഹാര ലഭ്യതയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റിമു എന്ന ദേശീയ വൃക്ഷത്തിൻ്റെ പഴങ്ങൾ കക്കോപ്പയുടെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നാണ്. കക്കോപ്പയുടെ ആഹാര രീതി കാലാവസ്ഥയോടും കാലാവധികളോടും ഒക്കെ ചേർന്നിട്ടാണ് മാറുന്നത്. മഴക്കാലത്തും പഴം കൂടുതലായിട്ട് ലഭിക്കുന്ന കാലഘട്ടങ്ങളിലും ഇവ കൂടുതൽ പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്. റിമു വൃക്ഷത്തിൽ വലിയ തോതിൽ പഴങ്ങൾ ഉണ്ടാകുന്ന വർഷങ്ങളിലാണ് കക്കോപ്പ സാധാരണയായിട്ട് പ്രജനനം നടത്തുന്നത്. അതായത് ഭക്ഷണത്തിന് ലഭ്യത കക്കോപ്പയുടെ കുഞ്ഞുങ്ങളുടെ ജനനത്തെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇത് കക്കോപ്പയുടെ ഭക്ഷണവും പ്രജനനവും തമ്മിലുള്ള ശക്തമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്നുണ്ട്. കക്കോപ്പ രാത്രിയിൽ ഭക്ഷണം തേടുന്ന പക്ഷി അതിനാൽ തന്നെ ഇരുട്ടിൽ തന്നെ ഭക്ഷണം കണ്ടെത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ശക്തമായിട്ടുള്ള ഗന്ധബോധവും സൂക്ഷ്മമായിട്ടുള്ള ശ്രവണശേഷിയും ഇത് സഹായകരമാണ്. കാടുകളിലൂടെ പതുക്കെ സഞ്ചരിച്ച് നിലത്ത് വീണ പഴങ്ങളും ഇലകളും കണ്ടെത്തിയിട്ടാണ് ഇവ ഭക്ഷണം കഴിക്കുന്നത്. ചിലപ്പോൾ മരങ്ങളിൽ കയറി ഇലകളും പൂക്കളും തിന്നുകയും ചെയ്യും. ശക്തമായിട്ടുള്ള കാലുകളും വളഞ്ഞു കൊക്കും ഇതിന് ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കക്കോപ്പയുടെ ഭക്ഷണത്തിൽ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇവ ഇലകളുടെ മൃദുവായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കഴിക്കുകയും കഠിനമായിട്ടുള്ള ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചവച്ചും ചുരണ്ടിയും മൃദുവാക്കുന്ന ഒരു പ്രത്യേക ശൈലി ഇവയ്ക്കുണ്ട്. അതുവഴി ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങൾ കൂടുതൽ ഫലപ്രദമായിട്ട് ലഭിക്കുന്നുണ്ട്. കക്കോപ്പയുടെ കൊക്ക് ഈ ചവച്ചു തിന്നാൻ ശൈലിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പരിണമിച്ചിരിക്കുന്നുണ്ട്. കക്കോപ്പയുടെ ആഹാര രീതിയിൽ മറ്റൊരു പ്രത്യേകത ഇവ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ വളരെ സൂക്ഷ്മമാണെന്നതാണ്. എല്ലാ സസ്യങ്ങളും ഇവ കഴിക്കത്തില്ല. പ്രത്യേകിച്ചും പോഷക സമൃദ്ധമായിട്ടുള്ള സസ്യങ്ങളാണ് ഇവ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഈ തിരഞ്ഞെടുക്കൽ സ്വഭാവം അവയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ട പോഷകം ലഭിക്കാൻ വേണ്ടി അമ്മ കക്കോപ്പ കൂടുതൽ പോഷകങ്ങളുള്ള പഴങ്ങളും വിത്തുകളും തേടുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ കക്കോപ്പയുടെ എണ്ണം വളരെ കുറവായതിനാൽ തന്നെ ശാസ്ത്രജ്ഞരും കൺസർവേഷൻ പ്രവർത്തകരും ഇവയുടെ ആഹാരക്രമം
പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാടുകൾ സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന ഭക്ഷണത്തിന് പുറമെ ആവശ്യമുള്ളപ്പോൾ അധിക പോഷകാഹാരം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ബ്രീഡിംഗ് സീസണിൽ അമ്മ പക്ഷിക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അങ്ങനെ കക്കോപ്പയുടെ ആഹാര രീതി അതിന് ജീവൻ നിലനിർത്തുന്നതിനും പ്രജനനത്തിനുമൊക്കെ നിർണായകരമാണ്. സസ്യവിഭവങ്ങളിൽ ആശ്രയിച്ചിട്ടുള്ള ഈ ഭക്ഷണക്രമം കക്കോപ്പയുടെ പരിണാമ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കാടുകളിലെ സസ്യസമൃദ്ധി നിലനിൽക്കുമ്പോഴാണ് കക്കോപ്പയും നിലനിർത്തുക. അതുകൊണ്ട് തന്നെ കക്കോപ്പയെ സംരക്ഷിക്കുക എന്നത് അതിൻ്റെ ഭക്ഷണ സ്രോതസ്സുകളെയും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുക എന്നതിനോടൊപ്പം ചേർന്ന് പോകുന്നതാണ്. ഇനി നമുക്കിവിടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവവും പെരുമാറ്റ രീതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ കക്കോപ്പ സ്വഭാവപരമായിട്ട് വളരെ ശാന്തവും സൗമ്യവുമായിട്ടുള്ള ഒരു പക്ഷി ഇനമാണ്. ഇത് പറക്കാൻ കഴിയാത്തതും രാത്രിയിൽ സജീവമാവുന്നതുമായിട്ടുള്ള തത്തപക്ഷി ആയതിനാൽ തന്നെ മറ്റു പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ജീവിതശൈലി ഇതിനുണ്ട്. പകൽ സമയം കാക്കാപ്പോ കാടുകളിലെ കുഴികളിലും പാറക്കെട്ടുകളുടെ ഇടകളിലും കട്ടിയുള്ള ചെടികളുടെ അടിയിലുമൊക്കെ ആയിട്ടാണ് വിശ്രമിക്കുന്നത്. മനുഷ്യനെയോ മറ്റോ ജീവികളെയൊക്കെ കണ്ടാൽ പറന്നു മാറിപ്പോകുന്നതിന് പകരം നിശ്ചലമായിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ സ്വഭാവം. ഈ ശാന്ത സ്വഭാവം തന്നെ കക്കോപ്പയെ ഏറെ അപൂർവവും അതേസമയം തന്നെ അതീവ അപകടത്തിലാക്കിയ ഒരു പക്ഷിയായിട്ട് മാറ്റിയിട്ടുണ്ട്. കക്കോപ്പ പ്രധാനമായിട്ടും രാത്രിയിൽ ഭക്ഷണം തേടുന്ന ഒരു പക്ഷിയാണ്. ഇരട്ട് വീണാൽ പതുക്കെ കാടുകളിലും സഞ്ചരിച്ച് പഴങ്ങളും ഇലകളും വിത്തുകളും ഒക്കെ തേടുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഗന്ധബോധവും സൂക്ഷ്മമായിട്ടുള്ള ശ്രവണശേഷിയും ഭക്ഷണം കണ്ടെത്തുന്നതിൽ വളരെ സഹായകരമാണ്. കക്കോപ്പയുടെ ചലനങ്ങൾ വളരെ മന്ദഗതിയിലുള്ളതായിരുന്നാലും കാടുകളിൽ സുതാര്യമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടി ഇതിന് കഴിവുണ്ട്. ആവശ്യമുള്ളപ്പോൾ മരത്തിൽ കയറാൻ വേണ്ടിയും ഉയർന്ന ശാഖകളിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടിയും ഇവയ്ക്ക് കഴിവുണ്ടായിരിക്കും. കക്കോപ്പ സാധാരണയായിട്ട് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. മറ്റ് തത്തപക്ഷികളെ പോലെ കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന ശീലങ്ങൾ ഇതിന് കുറവാണ്. ഓരോ കക്കോപ്പയും സ്വയം പ്രദേശം അല്ലെങ്കിൽ സ്വയം ടെറിട്ടറി ഉണ്ടായിരിക്കും. അവിടെ തന്നെ ഇവ ഭക്ഷണവും തേടുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രീഡിംഗ് സീസൺ സമയത്ത് മാത്രമാണ് ഇവ തമ്മിൽ അടുത്തിടപെടുന്നത്. ഈ കാലഘട്ടത്തിൽ ആൺ കക്കോപ്പ ചില പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കി പെൺ കക്കോപ്പയെ ആകർഷിക്കുന്നുണ്ട്. കക്കോപ്പയുടെ പെരുമാറ്റത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഘടകം അതിൻ്റെ പ്രജനന സ്വഭാവമാണ്. ആൺ കക്കോപ്പ ബൂമിംഗ് എന്ന് വിളിക്കപ്പെടുന്ന വലിയ മുഴക്കമുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാടുകളിലുടനീളം കിലോമീറ്ററുകൾ അകലെ നിന്നും കേൾക്കാവുന്ന ഈ ശബ്ദം പെൺ കക്കോപ്പയെ ആകർഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ ശബ്ദം പുറപ്പെടുവിക്കാൻ വേണ്ടി ആൺ കക്കോപ്പ നിലത്ത് ചെറിയ കുഴികളുണ്ടാക്കി അവയെ ശബ്ദ കൂപ്പുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പക്ഷികളിൽ കാണുന്ന അപൂർവമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ്. കക്കോപ്പ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയും വ്യത്യസ്തമാണ്. പെൺ കക്കോപ്പ മാത്രം മുട്ടയിടുകയും കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. ആൺ കക്കോപ്പ കുഞ്ഞുങ്ങളെ വളർച്ചയിൽ പങ്കാളിയാകത്തില്ല. അമ്മ പക്ഷി ഭക്ഷണം നേടി ദൂരത്തേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണ് കൂട്ടിൽ കഴിയുന്നത്. ഈ ഒറ്റപ്പെട്ട വളർത്തൽ രീതി കക്കോപ്പയെ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് വളരെ മന്ദഗതിയിലാക്കുന്നുണ്ട്. കക്കോപ്പ മനുഷ്യനോട് വളരെ സൗഹൃദപരമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്നുണ്ട്. മനുഷ്യനെ കണ്ടാൽ ആക്രമിക്കുകയോ ഓടിപ്പോവുകയോ ചെയ്യാതെ അടുത്തേക്ക് വരിക പോലും ഇവ ചെയ്യാറുണ്ട്. ഈ വിശ്വാസ സ്വഭാവം മനുഷ്യർ ആദ്യമായിട്ട് ന്യൂസിലാൻഡിൽ എത്തിയപ്പോൾ തന്നെ അവയെ എളുപ്പത്തിൽ വേട്ടയാടാൻ വേണ്ടി കാരണമായി. ഇത് കൺസർവേഷൻ പ്രവർത്തകർ ഈ സൗമ്യ സ്വഭാവത്തെ ഉപയോഗപ്പെടുത്തി കക്കോപ്പയെ സംരക്ഷിക്കുകയും ചികിത്സിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കക്കോപ്പയുടെ പെരുമാറ്റ രീതികൾ അതിൻ്റെ പരിണാമ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ശത്രുക്കളില്ലാത്ത ഒരു പരിസ്ഥിതിയിൽ ജീവിച്ചിരുന്നാൽ തന്നെ ഓടിപ്പോവുകയോ പറക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഇവയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശാന്തമായിട്ടുള്ള സ്വഭാവം മന്ദഗതിയിലുള്ള ചലനങ്ങളും ഇവയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സെയിം സ്വഭാവങ്ങൾ കക്കോപ്പയെ അപകടത്തിലാക്കുന്ന ഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ കക്കോപ്പയുടെ ബിഹേവിയർ അതിൻ്റെ ശരീരഘടനയും ആവാസ വ്യവസ്ഥയോടും ശക്തമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. രാത്രിയിൽ സജീവമായിട്ടുള്ള ജീവിതശൈലി, ഒറ്റപ്പെട്ട ജീവിത രീതി, അപൂർവമായിട്ടുള്ള ശബ്ദപ്രകടനം, അമ്മ പക്ഷിയുടെ ഏക പരിപാലനം, മനുഷ്യനോട് സൗമ്യമായിട്ടുള്ള പെരുമാറ്റം എന്നിവ കക്കോപ്പയെ ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തവും ശ്രദ്ധേയമായിട്ടുള്ള പക്ഷികൾ ഒന്നായിട്ട് മാറ്റുന്നുണ്ട്. ഈ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയത് കക്കോപ്പയെ സംരക്ഷിക്കാൻ വേണ്ടി നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഇനി കക്കോപ്പയുടെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ കക്കോപ്പയുടെ പ്രജനന രീതി ലോകത്തിലെ പക്ഷികളിൽ തന്നെ ഏറ്റവും അപൂർവവും വ്യത്യസ്തവുമായിട്ടുള്ള ഒന്നാണ്. ഇത് വളരെ മന്ദഗതിയിലുള്ളതും പ്രത്യേക സാഹചര്യങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രജനന പ്രക്രിയയാണ്. കക്കോപ്പ എല്ലാ വർഷവും പ്രജനനം നടത്തുന്ന പക്ഷിയല്ല. മറിച്ച് ഇവിടെ പ്രജനനം പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂസിലാൻഡിലെ റിമു എന്ന വൃക്ഷത്തിൽ വലിയ തോതിൽ പഴങ്ങൾ ഉണ്ടാകുന്ന വർഷത്തിൽ മാത്രമാണ് നടത്തുന്നത്. ഇത്തരം വർഷങ്ങൾ സാധാരണയായിട്ട് 3 മുതൽ 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിനാൽ തന്നെ കക്കോപ്പയുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് വളരെ മന്ദഗതിയിലായിരിക്കും. പ്രജനനകാലം ആരംഭിക്കുമ്പോൾ ആൺ കക്കോപ്പ പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റ രീതി പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ ബൂമിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഇവ വലിയ മുഴക്കമുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി പെൺ കക്കോപ്പയെ ആകർഷിക്കുന്നുണ്ട്. ഈ ശബ്ദങ്ങൾ കിലോമീറ്റർ അകലേക്കും കേൾക്കാവുന്ന വിധത്തിലാണ്. ശബ്ദം കൂടുതൽ ശക്തമാക്കുവാൻ വേണ്ടി ആൺ കക്കോപ്പ നിലത്ത് ചെറിയ കുഴികളുണ്ടാക്കി അവയെ ശബ്ദ കൂപ്പുകളായിട്ട് സൗണ്ട് ചാമ്പേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പെൺ കക്കോപ്പ ശബ്ദം കേട്ട് ആൺ കക്കോപ്പയിലേക്ക് എത്തുകയും ഇണചേർന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇണചേർന്നതിന് ശേഷം ആൺ കക്കോപ്പയ്ക്ക് അമ്മയോടോ കുഞ്ഞുങ്ങളോടോ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാകത്തില്ല.
പ്രജനനത്തിന് ശേഷമുള്ള മുഴുവൻ പരിചരണവും പെൺ കക്കോപ്പ ഒറ്റയ്ക്ക് നിർവഹിക്കുന്നതാണ്. ഇത് കക്കോപ്പയുടെ പ്രജനന രീതിയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രത്യേകതകളൊന്നാണ്. ഇണം ചേർന്നതിന് ശേഷം പെൺ കക്കോപ്പ മണ്ണിൽ കുഴികളിലോ കട്ടിയുള്ള ചെടികളിലോ അടിയിലോ കൂട് നിർമ്മിക്കുന്നുണ്ട്. സാധാരണയായിട്ട് 1 മുതൽ 4 വരെ മുട്ടകളാണ് ഇത് ഇടുന്നത്. ഈ മുട്ടകൾ ഏകദേശം 30 ദിവസത്തോളം ചൂടിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ഈ കാലയളവിൽ അമ്മ കക്കോപ്പ ഭക്ഷണം നേടാൻ വേണ്ടി പോകുമ്പോൾ കുഞ്ഞുങ്ങൾ കൂടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഇവ എളുപ്പത്തിൽ ആക്രമിക്കപ്പെട്ടേക്കാം. മുട്ട വിരിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ടും അമ്മ കക്കോപ്പയിലാണ് ആശ്രയിക്കുന്നത്. അമ്മ പക്ഷി ഭക്ഷണം ശേഖരിച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട്. റിമു വൃക്ഷത്തിൻ്റെ പഴങ്ങളിൽ നിന്നുള്ള പോഷകങ്ങൾ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വളരാൻ വേണ്ടി പല മാസങ്ങൾ വേണ്ടി വരും. ഈ ദീർഘകാലത്തേക്കുള്ള പരിപാലനമാണ് കക്കോപ്പയുടെ പ്രജനന ചക്രം വളരെ മന്ദഗതിയിലാക്കാൻ വേണ്ടി കാരണമാക്കുന്നത്. കക്കോപ്പയുടെ കുഞ്ഞുങ്ങൾ വളർന്ന് സ്വതന്ത്രമാകാൻ ഏകദേശം 3 മുതൽ 4 മാസം വരെ എടുക്കും. എന്നാൽ ലൈംഗിക പ്രായപൂർത്തി കൈവരിക്കാൻ കക്കോപ്പയ്ക്ക് 4 മുതൽ 6 വർഷം വരെ വേണ്ടിവരും. ഇത് മറ്റു പക്ഷികളെക്കാൾ വളരെ നീണ്ട കാലയളവാണ്. അതിനാൽ തന്നെ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് ജനസംഖ്യ വർദ്ധിക്കാൻ വേണ്ടി ഏറെ സമയം ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കക്കോപ്പയുടെ എണ്ണം വളരെ കുറവായതിനാൽ തന്നെ ശാസ്ത്രജ്ഞരും കൺസർവേഷൻ പ്രവർത്തകരും പ്രജനന പ്രക്രിയയെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഓരോ കക്കോപ്പയുടെ ബ്രീഡിംഗ് സീസൺ മുട്ടകളുടെ എണ്ണം, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻക്യുബേറ്റർ വഴി മുട്ടകൾ സംരക്ഷിക്കപ്പെടുകയും കുഞ്ഞുങ്ങളെ മനുഷ്യരുടെ സഹായത്തോടെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കക്കോപ്പയുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ കക്കോപ്പയുടെ പ്രജനന രീതി പ്രകൃതിയിലെ ഏറ്റവും സങ്കീർണവും അപൂർവമായിട്ടുള്ള പ്രക്രിയകളിലൊന്നാണ്. ഭക്ഷണ ലഭ്യതയെ ആശ്രയിച്ചിട്ടുള്ള ബ്രീഡിംഗ്, പെൺപക്ഷിയുടെ പ്രത്യേക ശബ്ദപ്രകടനം, അമ്മ പക്ഷിയുടെ ഏക പരിപാലനം, ദീർഘകാല വളർച്ചക്കാലം എന്നിവയെല്ലാം കക്കോപ്പയുടെ പരിണാമ ചരിത്രത്തിലെ ഭാഗങ്ങളാണ്. ഈ പ്രജനന രീതിയെ മനസ്സിലാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് കക്കോപ്പ എന്ന അപൂർവ പക്ഷിയുടെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇവയുടെ ആയുസ്, ഭീഷണികൾ, ശത്രുക്കൾ എന്നിവയൊക്കെ നോക്കുകയാണെങ്കിൽ കക്കോപ്പ ലോകത്തിലെ ഏറ്റവും ദീർഘായുസുള്ള തത്തപക്ഷികൾ ഒന്നാണ്. സാധാരണയായിട്ട് ഒരു കക്കോപ്പ പക്ഷിക്ക് 60 മുതൽ 90 വർഷം വരെ ജീവിക്കാൻ വേണ്ടി കഴിയും എന്നാണ് ശാസ്ത്രജ്ഞർ കരുതപ്പെടുന്നത്. ചില കക്കോപ്പകൾ ഇതിനേക്കാൾ കൂടുതൽ കാലം ജീവിച്ചിട്ടുണ്ടെന്നുള്ള രേഖയും ലഭിച്ചിട്ടുണ്ട്. ഈ ദീർഘായുസ് കക്കോപ്പയെ ഒരു ലീവിംഗ് ഫോസിൽ എന്ന പോലെ ആക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നതിനോടൊപ്പം തന്നെ അവയുടെ പ്രജനന വേഗം വളരെ മന്ദഗതിയിലുള്ളതിനാൽ ജനസംഖ്യ വർദ്ധിക്കുന്നത് അത്യന്തം പതുക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കക്കോപ്പയുടെ മരണം പോലും സ്പീഷ്യസിന്റെ നിലനിൽപ്പിനെ ഗൗരവപരമായിട്ട് ബാധിക്കുന്നതാണ്. മനുഷ്യൻ ന്യൂസിലാൻഡിൽ എത്തിക്കുന്നതിന് മുൻപ് കക്കോപ്പയ്ക്ക് വലിയ ഭീഷണികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ശത്രുക്കൾ കുറവായിട്ടുള്ള ഒരു പരിസ്ഥിതിയിലാണ് ഇവ പരിണമിച്ചത്. അതിനാൽ തന്നെ കക്കോപ്പയ്ക്ക് ശത്രുക്കളെ കണ്ടാൽ ഓടിപ്പോകുകയോ പറക്കുകയോ ചെയ്യുന്ന സ്വഭാവം വികസിച്ചിരുന്നില്ല. മനുഷ്യൻ എത്തിയതോടെ ഈ അവസ്ഥ പൂർണ്ണമായിട്ടും മാറി. കാടുകളുടെ നാശവും മനുഷ്യൻ കൊണ്ടുവന്ന മാംസഭക്ഷിയായിട്ടുള്ള ജീവികളും കക്കോപ്പയ്ക്ക് ഏറ്റവും വലിയ ഭീഷണികളായിട്ട് മാറിയിട്ടുണ്ട്. കക്കോയുടെ പ്രധാന ശത്രുക്കളായിട്ട് മാറിയത് പൂച്ച, എലി, നായ, വീസൽ, ഫെററ്റ്, സ്ലോത്ത് തുടങ്ങിയ ജീവികളാണ്. ഇവ മുട്ടകളെയും കുഞ്ഞുങ്ങളെയൊക്കെ എളുപ്പത്തിൽ വേട്ടയാടുന്നുണ്ട്. കക്കോപ്പ നിലത്ത് കൂടുണ്ടാക്കുന്നതിനാൽ തന്നെ ഇവയുടെ മുട്ടകളും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് എലികളും സ്ലോട്ടുകളും കക്കോപ്പയുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ അപകടമാണ്. ആൺ കക്കോപ്പ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിൽ പങ്കാളിയാകാത്തതിനാൽ പെൺ കക്കോപ്പയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാ സംരക്ഷണവും നിർവഹിക്കേണ്ടതാണ്. പെൺപക്ഷിക്ക് ഒറ്റയ്ക്കാണ് എല്ലാ സംരക്ഷണവും നിർവഹിക്കേണ്ടത്. ഇത് കുഞ്ഞുങ്ങളുടെ ജീവനിൽ വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. മനുഷ്യരുടെ വേട്ടയാടലുകളും കക്കോപ്പയുടെ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി വലിയ കാരണമായി. ആദ്യമകാലത്ത് മനുഷ്യൻ കക്കോപ്പയെ ഭക്ഷണത്തിനായിട്ട് വേട്ടയാടുകയും അതിൻ്റെ മൃദുവായിട്ടുള്ള തൂവലുകൾ, വസ്ത്രങ്ങളും അലങ്കാരങ്ങളും നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. കക്കോപ്പ മനുഷ്യനെ ഭയപ്പെടാത്ത സ്വഭാവമുള്ളതിനാൽ തന്നെ ഇത് എളുപ്പത്തിൽ വേട്ടയാടാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഈ സൗമ്യ സ്വഭാവം തന്നെ പിന്നീട് ഇവയുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയായിട്ട് മാറി. ആവാസ വ്യവസ്ഥയുടെ നാശവും കക്കോപ്പയ്ക്ക് വലിയൊരു ഭീഷണിയാണ്. കാടുകൾ വെട്ടിമാറ്റുകയും മനുഷ്യവാസ സ്ഥലങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തതോടെ കക്കോപ്പയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ കേന്ദ്രങ്ങൾ കുറഞ്ഞു. ഭക്ഷണ സസ്യങ്ങൾ കുറയുകയും സുരക്ഷിതമായിട്ടുള്ള കൂട്ടിടങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു. ഇതുമൂലം കക്കോപ്പയുടെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ കക്കോപ്പയെ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത് അതിൻ്റെ ചെറിയ ജനസംഖ്യ തന്നെയാണ്. കുറച്ചെണ്ണം മാത്രം ശേഷിക്കുന്നതിനാൽ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജനിതക വൈവിധ്യം കുറയുന്നതും ഇവിടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഒരു വലിയ രോഗവ്യാപനമോ പ്രകൃതി ദുരന്തമോ സംഭവിച്ചാൽ മുഴുവൻ സ്പീഷീസുകളും ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും കൺസർവേഷൻ പ്രവർത്തനങ്ങൾ മൂലം കക്കോപ്പയെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശത്രുക്കളില്ലാത്ത ദ്വീപുകളിലേക്ക് ഇവയെ മാറ്റി താമസിക്കുകയും ഓരോ പക്ഷിയും പ്രത്യേകം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടങ്ങളും കുഞ്ഞുങ്ങളും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യരുടെ സഹായം ലഭിക്കുന്നുണ്ട്. അതിലൂടെ കക്കോപ്പയുടെ ആയുസ് വർദ്ധിപ്പിക്കുവാനും ജനസംഖ്യ പതുക്കെ ഉയർത്താൻ വേണ്ടിയും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കക്കോപ്പയുടെ ദീർഘായുസ് ഒരു വശത്ത് അതിന്റെ പ്രത്യേകതയായിരിക്കുമ്പോൾ മറുവശത്ത് ഭീഷണികൾ അതിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയാണ്. മനുഷ്യൻ കൊണ്ടുവന്ന ശത്രുക്കൾ, ആവാസ വ്യവസ്ഥയുടെ നാശം, രോഗങ്ങൾ, കുറഞ്ഞ ജനസംഖ്യ എന്നിവ കക്കോപ്പയുടെ പ്രധാനമായിട്ടുള്ള ഭീഷണിയാണ്. കക്കോപ്പയുടെ ശത്രുക്കളും ഭീഷണികളും നിയന്ത്രിക്കുക എന്നത് അതിൻ്റെ ദീർഘകാല നിലനിൽപ്പിനുള്ള ഏക മാർഗ്ഗമാണ്. ഈ അപൂർവ പക്ഷിയെ സംരക്ഷിക്കുന്നത് ഭൂമിയിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൺസർവേഷൻ സ്റ്റാറ്റസിനെ പറ്റി നോക്കുകയാണെങ്കിൽ
കക്കോപ്പോ ലോകത്തിലെ ഏറ്റവും അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളൊന്നാണെന്ന് നമ്മൾ പറഞ്ഞു. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായിട്ടുള്ള IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ കക്കോപ്പയെ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് എന്ന നിലയിലാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം കക്കോപ്പോ വംശനാശത്തിന്റെ വക്കിലെത്തിയ ഒരു സ്പീഷ്യസ് ആണെന്നാണ്. ഒരു കാലത്ത് ന്യൂസിലാൻഡിന്റെ കാടുകളിൽ ധാരാളമായിട്ട് കണ്ടിരുന്ന ഈ തത്തുപക്ഷി ഇന്ന് വളരെ കുറച്ച് എണ്ണത്തിൽ മാത്രം അവശേഷിക്കുന്ന ഒരു ജീവിയായിട്ട് മാറിയിരിക്കുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിലെ അവസാനത്തെയും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടും കൂടി കക്കോപ്പയുടെ ജനസംഖ്യ ഭീകരമായിട്ട് കുറഞ്ഞു. മനുഷ്യൻ നടത്തിയ വേട്ട, കാടുകളുടെ നാശം, കൂടാതെ മനുഷ്യൻ ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവന്ന എലി, പൂച്ച, നായ, സ്ലോട്ട്, ഫെറന്റ് തുടങ്ങിയ മാംസഭക്ഷി ജീവികൾ കക്കോപ്പയുടെ നിലനിൽപ്പിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇവ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും മുതിർന്ന പക്ഷികളെയും പോലും ആക്രമിച്ചു. പറക്കാൻ കഴിയാത്ത നിലത്ത് കൂടുണ്ടാക്കുന്ന കക്കോപ്പയ്ക്ക് ഇത്തരം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ കക്കോപ്പയെ സംരക്ഷിക്കാൻ വേണ്ടി ന്യൂസിലാൻഡ് സർക്കാർ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കക്കോപ്പോ റിക്കവറി പ്രോഗ്രാം എന്ന പ്രത്യേക സംരക്ഷണ പദ്ധതിയുടെ കീഴിലാണ് ഇവയെ സംരക്ഷിക്കുന്നത്. ഈ പദ്ധതിയിൽ ഓരോ കക്കോപ്പയും പ്രത്യേകം പേര് നൽകുകയും അവയുടെ ആരോഗ്യം, ചലനം, പ്രജനനശേഷി എന്നിവ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ പക്ഷിക്കും റേഡിയോ ട്രാൻസ്മിറ്ററുകളും GPS ഉപകരണങ്ങളും ഘടിപ്പിച്ച് അവയുടെ സ്ഥാനം സ്ഥിരമായിട്ട് നിരീക്ഷിക്കുന്ന സംവിധാനമുണ്ട്. കക്കോപ്പയെ ശത്രുക്കളില്ലാത്ത പ്രൊഡക്റ്റർ ഫ്രീ ആയിട്ടുള്ള ദ്വീപുകളിലേക്ക് മാറ്റി പ്രാപിക്കുക എന്നാണ് സംരക്ഷണത്തിലെ പ്രധാനമായിട്ടുള്ള തന്ത്രം. ന്യൂസിലാൻഡിലെ ചില പ്രത്യേക ദ്വീപുകളിൽ പൂച്ചകളും എലികളും മറ്റ് മാംസപക്ഷികളും ഇല്ലാത്തതിനാൽ തന്നെ അവയുടെ കക്കോപ്പയ്ക്ക് കൂടുതൽ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിലൂടെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പ്രജനനകാലത്ത് മുട്ടകൾ കൃത്രിമ ഇൻക്യുബേറ്ററുകളിൽ സൂക്ഷിക്കുകയും കുഞ്ഞുങ്ങളെ മനുഷ്യരുടെ സഹായത്തോടെ വളർത്തുകയും ചെയ്യുന്ന രീതികളും നടപ്പിലാക്കുന്നുണ്ട്. ജനിതക വൈവിധ്യം നിലനിർത്തുക എന്നത് സംരക്ഷണ പ്രവർത്തനത്തിലെ പ്രധാന ഘടകമാണ്. കക്കോപ്പയുടെ എണ്ണം വളരെ കുറവായതിനാൽ തന്നെ പരസ്പരം ബന്ധമുള്ള പക്ഷികൾ തമ്മിലുള്ള ബ്രീഡിംഗ് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ശാസ്ത്രജ്ഞന്മാർ DNA പരിശോധനകൾ നടത്തി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബ്രീഡിംഗ് ജോഡികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇതിലൂടെ കുഞ്ഞുങ്ങൾ കൂടുതൽ ആരോഗ്യവാന്മാരാവുകയും ഭാവിയിൽ ശക്തമായിട്ടുള്ള ജനസംഖ്യ രൂപപ്പെടാൻ വേണ്ടിയും സഹായിക്കുന്നുണ്ട്. സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കക്കോപ്പയുടെ എണ്ണം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന നിലയിൽ നിന്ന് പതുക്കെ ഉയരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് 50-ൽ താഴെ മാത്രം ഉണ്ടായിരുന്ന ജനസംഖ്യയിൽ നിന്ന് ഇന്ന് കൺസർവേഷൻ ശ്രമങ്ങളുടെ ഫലമായിട്ട് 200-ലധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. സമീപകാല കണക്കുകൾ പ്രകാരമാണിത്. എങ്കിലും ഈ എണ്ണം ഇപ്പോഴും വളരെ കുറവാണ്. അതിനാൽ തന്നെ കക്കോപ്പ ഇപ്പോഴും ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് എന്ന വിഭാഗത്തിൽ തന്നെയാണ്. കക്കോപ്പയുടെ സംരക്ഷണം വെറും ഒരു പക്ഷിയുടെ സംരക്ഷണമല്ല, മറിച്ച് ന്യൂസിലാൻഡിന്റെ പ്രകൃതി പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ഫലമായിട്ടുള്ള ഭാഗമാണ്. ഈ പക്ഷി മാവോറി സംസ്കാരത്തിനും പ്രത്യേകമായിട്ടുള്ള സ്ഥാനമുണ്ട്. അതിനാൽ ശാസ്ത്രീയ സംരക്ഷണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാംസ്കാരിക ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. ജനങ്ങളെ കക്കോപ്പയുടെ നിലനിൽപ്പിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ശ്രമങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ കക്കോപ്പയുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് അതീവ ഗൗരവമുള്ളതാണ്. എന്നാൽ മനുഷ്യരുടെ ശാസ്ത്രീയ ഇടപെടലുകളും ശക്തമായിട്ടുള്ള സംരക്ഷണ പദ്ധതികളും മൂലം ഈ അപൂർവ പക്ഷിക്ക് പുതിയ പ്രതീക്ഷ ഉദിക്കുന്നുണ്ട്. കക്കോപ്പയെ സംരക്ഷിക്കുക എന്നത് ഭൂമിയിലെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ ഉത്തരവാദിത്വ ബോധമാണ്. ഈ പക്ഷി ഭാവി തലമുറകൾക്കും കൂടി കാണാൻ കഴിയുന്ന വിധത്തിൽ നിലനിർത്തണം എന്നത് മനുഷ്യരുടെയൊക്കെ കടമയാണ്. ഇനി നമുക്ക് ഇവയുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ, കക്കോപ്പോ ന്യൂസിലാൻഡിന്റെ പ്രകൃതി ചരിത്രത്തിലെ ഏറ്റവും പുരാതനവും അപൂർവമായിട്ടുള്ള പക്ഷികളൊന്നാണ്. ഈ പക്ഷിയുടെ ചരിത്രം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതായിട്ട് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നുണ്ട്. ന്യൂസിലാൻഡ് ഭൂഖണ്ഡം മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വേർപെട്ട കാലഘട്ടത്തിൽ തന്നെ കക്കോപ്പയുടെ പൂർവികർ ഇവിടെ പരിണമിച്ചു. അന്ന് ഇവിടെ വലിയ മാംസഭോജികൾ ഇല്ലായിരുന്നാൽ തന്നെ കക്കോപ്പ പോലുള്ള പക്ഷികൾക്ക് ശത്രുക്കളെ ഭയപ്പെടാതെ നിലത്ത് തന്നെ ജീവിക്കുവാനും പറക്കുവാനുള്ള കഴിവ് ക്രമേണ നഷ്ടപ്പെടുവാനും അവസരം ലഭിച്ചു. ഇതാണ് കക്കോപ്പയെ ലോകത്തിലെ ഏക പറക്കാൻ കഴിയാത്ത തത്തപ്പക്ഷികളാക്കി മാറ്റിയത്. മനുഷ്യൻ ന്യൂസിലാൻഡിൽ എത്തുന്നതിന് മുൻപ് കക്കോപ്പോ ദ്വീപിന്റെ പല ഭാഗങ്ങളിലും ധാരാളമായിട്ട് കണ്ടിരുന്നു. കാടുകളിലും മലമ്പ്രദേശങ്ങളിലും ഇവ സ്വതന്ത്രമായിട്ട് ജീവിച്ചു. രാത്രി സജീവമായ ഈ പക്ഷി ചെടികളുടെ ഇലകളും പഴങ്ങളും വിത്തുകളും ഭക്ഷണമായിട്ട് ജീവിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ കക്കോപ്പയുടെ പ്രധാനമായിട്ടുള്ള ശത്രുക്കൾ വലിയ പക്ഷികൾ മാത്രമായിരുന്നു. അതിനാൽ അവയുടെ ജനസംഖ്യ സ്ഥിരതയോടെ നിലനിന്നിരുന്നു. കൃത്യമായിട്ട് പൂർണ്ണമായും പൊരുത്തപ്പെട്ട ഒരു ജീവിയായിട്ട് കക്കോപ്പോ വളർന്നു. മനുഷ്യൻ ന്യൂസിലാൻഡിൽ എത്തിയത് കക്കോപ്പയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. ആദ്യമെത്തിയ മാവോറി ജനത കക്കോപ്പയെ ഭക്ഷണത്തിനും തൂവലുകൾ വസ്ത്രങ്ങളുടെയും അലങ്കാരത്തിന്റെയൊക്കെ നിർമ്മാണത്തിനും ഉപയോഗിച്ചു. എങ്കിലും അവയുടെ വേട്ട നിയന്ത്രണമായിരുന്നതിനാൽ തന്നെ കക്കോപ്പയുടെ ജനസംഖ്യയ്ക്ക് വലിയ ആഘാതം ഉണ്ടായിരുന്നില്ല. എന്നാൽ യൂറോപ്യൻ കുടിയേറ്റക്കാർ എത്തിയതോടെ സ്ഥിതി പൂർണ്ണമായിട്ടും മാറി. അവർ കാടുകൾ വെട്ടിമാറ്റുകയും കൃഷിക്കും താമസത്തിനുമായി ഭൂമി ഉപയോഗിക്കുകയും ചെയ്യുന്നു. കൂടാതെ അതോടെ കക്കോപ്പയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ വലിയ തോതിൽ ക്ഷയിച്ചു. യൂറോപ്യൻ കുടിയേറ്റക്കാർ ന്യൂസിലാൻഡിലേക്ക് പൂച്ച, നായ, എലി, സ്ലോട്ട്,
ഫെറന്റ് തുടങ്ങിയ മാംസഭക്ഷികളെ കൊണ്ടുവന്നത് കക്കോപ്പയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറി. ഇവ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും മുതിർന്ന പക്ഷികളെയും വേട്ടയാടി പറക്കാൻ കഴിയാത്തതും മനുഷ്യനെ ഭയപ്പെടാത്തതുമായിട്ടുള്ള കക്കോപ്പയ്ക്ക് ഇത്തരം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചില്ല. 19-ാം നൂറ്റാണ്ടിലെ അവസാനത്തോടെ കക്കോപ്പയുടെ എണ്ണം ഭീകരമായിട്ട് കുറഞ്ഞു. പല പ്രദേശങ്ങളിൽ ഇവ പൂർണ്ണമായിട്ടും ഇല്ലാതായി. 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ കക്കോപ്പ വംശനാശത്തിലേക്ക് നീങ്ങുന്നു എന്ന തിരിച്ചറിവ് ശാസ്ത്രലോകത്തിന് ശക്തമായിട്ട് ഉയർന്നു. ശാസ്ത്രജ്ഞരും പ്രകൃതി സ്നേഹികരും ബാക്കിയുള്ള കുറച്ച് കക്കോപ്പകളെ കണ്ടെത്തി സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. 1970-കളിൽ വളരെ കുറച്ച് കക്കോപ്പകൾ മാത്രമാണ് ജീവനോടെ ശേഷിക്കുന്നതായിട്ട് കണ്ടെത്തിയത്. ഇതാണ് കക്കോപ്പയുടെ സംരക്ഷണ ചരിത്രത്തിലെ നിർണായകരമായിട്ടുള്ള ഘട്ടം. ഈ അവസ്ഥയെ തുടർന്ന് ന്യൂസിലാൻഡ് സർക്കാർ കക്കോപ്പയെ സംരക്ഷിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആരംഭിച്ചു. ശത്രുക്കളില്ലാത്ത ദ്വീപുകളിലേക്ക് അവശേഷിച്ച കക്കോപ്പകളെ മാറ്റി താമസിക്കുകയും അവയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും അവയുടെ ആരോഗ്യം നിരീക്ഷിക്കുകയും ചെയ്തു. ഈ സംരക്ഷണ പ്രവർത്തനങ്ങൾ കക്കോപ്പയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുറന്നു. വംശനാശത്തിന്റെ വക്കിലെത്തിയ ഒരു പക്ഷിയെ മനുഷ്യരുടെ സഹായത്തോടെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ കക്കോപ്പ വെറും ഒരു ജീവിയല്ല, മറിച്ച് മനുഷ്യൻ തൻ്റെ തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടി തുടങ്ങുന്ന ഒരു പ്രതീകമായിട്ട് മാറിയിരിക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് അതിക്രമങ്ങളുടെ ഫലമായിട്ട് വംശനാശ ഭീഷണിയിലായ ഒരു സ്പീഷീസിനെ ശാസ്ത്രീയമായിട്ടും മാനുഷികമായിട്ടും രക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന പരിശ്രമങ്ങളുടെ ഉദാഹരണമാണ് കക്കോപ്പയുടെ ചരിത്രം. ഈ പക്ഷിയുടെ ജീവിതകഥ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും പ്രതീക്ഷയും ഒരുമിച്ച് നൽകുന്നുണ്ട്. അങ്ങനെ കക്കോപ്പയുടെ ചരിത്രം പുരാതന കാലത്തെ സ്വതന്ത്ര ജീവിതത്തിൽ നിന്ന് വംശനാശ ഭീഷണിയിലേക്കും അവിടെ നിന്ന് സംരക്ഷണത്തിന്റെ പ്രതീക്ഷയിലേക്കുമുള്ള ഒരു ദീർഘ യാത്രയാണ്. ഈ യാത്ര മനുഷ്യരാശിക്ക് ഒരു പാഠമാണ്. പ്രകൃതിയെ നശിപ്പിച്ചാൽ അതിന്റെ ഫലം ഗുരുതരമായിരുന്നു. എന്നാൽ ശരിയായ നടപടികൾ സ്വീകരിച്ചാൽ നഷ്ടപ്പെട്ടതിനെ പോലും ഭാഗ്യമായി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ കക്കോപ്പയെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ. ഇനി അടുത്ത അതിഥിയുടെ കഥയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.